ഹലോ, ഇന്നിട്ട് വീഡിയോയിൽ അക്ഷരങ്ങൾ പറഞ്ഞത് കുറച്ച് സ്പീഡ് കൂടിപ്പോയെന്നൊരു സംശയം. അത് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞു തരട്ടെ. അപ്പോൾ നമുക്ക് ആദ്യം മലയാള അക്ഷരങ്ങൾ എടുക്കാം. മലയാള അക്ഷരങ്ങൾ നമ്മൾ ആ ഇ ഈ എന്നുള്ളത് ഒന്നാമത്തെ നമ്പർ പഠിക്കുമ്പോൾ ആദ്യം 4 അക്ഷരങ്ങളാണ് പഠിക്കുന്നത്. അതിൽ ആ എഴുതാനായിട്ട് വളരെ ഈസിയാണ്. നിങ്ങൾക്ക് ആ എഴുതാൻ അറിയാമല്ലോ അല്ലേ? ആ എഴുതുമ്പോൾ ആദ്യമേ ദ എന്ന് എഴുതുക, അതിന്റെ കൂടെ ഒരു റാ എഴുതുക, അതിൽ കൂടി ഒരു രായും കൂടി എഴുതിയാൽ നമുക്ക് ആയായി. മനസ്സിലായില്ലേ? ആ എഴുതാനായിട്ട് ദ എന്ന് എഴുതി, അതിൽ കൂടെ കൂട്ടി റാ എഴുതി, അതിൽ കൂടെ കൂട്ടി രാ എഴുതുമ്പോൾ ആയായി. ആ എന്ന് എഴുതുമ്പോൾ അത് വെളിയിലേക്ക് ഇറക്കുമ്പോഴത്തേനാണ് ആയാവുന്നത്. പിന്നെ ഈ എഴുതുമ്പോൾ ആദ്യമേ ഒരു കുനിപ്പിട്ട് അതേ കൂടെ കൂട്ടി റാ, ഒരു റായും കൂടെ എഴുതി താഴേക്ക് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനും ഈ അടുത്ത് ഈ എഴുതാനായിട്ട് അതിന്റെ കൂടെ ഒരു കുനിപ്പ് കൂടി ഇട്ടാൽ മതി. അതായത് 3 ന എന്നെഴുതി താഴേക്ക് വരുമ്പോഴത്തേനാണ് ഈ എന്നാവുന്നത്. പിന്നെ നമ്മൾക്ക് ഊ എഴുതാം. ഊ എഴുതാനും ഈസിയാണ്. കുനിപ്പിട്ട് അതേ കൂടെ വന്ന് അതായത് താഴേക്ക് ഇങ്ങനെ വരുമ്പോഴത്തേനും ഊവായി. പിന്നെ ഊ എന്നുള്ളതിന് ആ ചിഹ്നം കൂടി ഇട്ട് കൊടുക്കുക. ഇനി അടുത്ത നമ്പർ പഠിക്കുമ്പോൾ നമ്മൾ എ ഐ എന്നുള്ളത് പഠിക്കണം. എ എഴുതാൻ നിങ്ങൾക്കറിയാമോ? പ എന്നെഴുതി അതേപോലെ കൂട്ടി താഴേക്ക് കുറച്ച് വന്നിട്ട് ഒരു റാ എന്നതിൽ കൂടി എഴുതുമ്പോഴത്തേനും എ ആയി. എ എഴുതുമ്പോൾ ഒരു കുനിപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഐ എഴുതുമ്പോൾ അതിന് ഒരു പുള്ളി ഇട്ട് കൊടുക്കണം. അപ്പോൾ മലയാളം 1-2 അക്ഷരങ്ങളുടെ മലയാളം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇംഗ്ലീഷ് എഴുതുമ്പോഴത്തേക്കും ABCDEF എന്നാണ് നമ്മൾ എഴുതുന്നത്. എ ക്യാപിറ്റൽ ലെറ്റർ ABCDEF ഒക്കെ എഴുതുന്നത് 3 ലൈനിലാണ്, മുകളിലത്തെ 3 ലൈനിൽ. സ്മോൾ ലെറ്റേഴ്സ് എഴുതുമ്പോഴത്തേക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സ്മോൾ ലെറ്റർ എ 2 ലൈനിലാണ് എഴുതുന്നത്, ബി 3 ലൈനിൽ, മുകളിലത്തെ 3 ലൈനിൽ എഴുതിയിരിക്കുന്നു. അത് നോക്കിയേ കൃത്യമായിട്ട് അതിന്റെ താഴെ അതിന്റെ ഫ്രണ്ടിലേക്കാണ് ബിക്ക് വന്നിരിക്കുന്നത്. അസമയം നമ്മൾ ഡി എഴുതുമ്പോഴത്തേനും അതിന് ബാക്കിലേക്കാണ് വരിക. അടുത്തത് സി സ്മോൾ ലെറ്റർ സി എഴുതുമ്പോൾ 2 ലൈനിനുള്ളിൽ എഴുതണം. ഇനി ബിക്ക് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾക്കറിയാമോ എന്താണെന്ന്? അത് ഏറ്റവും തണുത്തിരിക്കുകയാണ് ആ ബി. എന്താ കാര്യം? അത് AC-ക്കുള്ളിലാണ് ഇരിക്കുന്നത് അല്ലേ? AC-ക്കുള്ളിൽ ഇരിക്കുന്നത് കൊണ്ട് ബി ഭയങ്കര തണുത്തിരിക്കുക. അടുത്തത് DEF. ഇക്കാണെങ്കിൽ അത് 3 വരെയുണ്ട്, എഫിന് 2 വരെ ഉള്ളൂ. പിന്നെ എഫ് സ്മോൾ ലെറ്റർ എഴുതുമ്പോൾ താഴത്തെ 3 ലൈനിൽ കുറച്ച് വളച്ച് എഴുതുക. അപ്പൊ നമ്മുടെ ഇംഗ്ലീഷിന്റെ ലെറ്റർ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അത് കറക്റ്റായിട്ട് നോക്കി എഴുതി പഠിക്കണം കേട്ടോ. അടുത്തത് നമ്മുടെ ഹിന്ദിയാണ്. ഹിന്ദി നമ്മൾ ഏറ്റവും ഈസി ആയിട്ടുള്ള നമ്പർ അക്ഷരങ്ങളാണ് പറയുന്നത്. അത് നമ്മൾ ട എന്നുള്ള അക്ഷരം എഴുതാനായിട്ട് ആദ്യം ഒരു കുഞ്ഞു വരയിട്ടിട്ട് ലൈൻ ബുക്കിലാണ് നമ്മൾ എഴുതുന്നത്. ആ ലൈൻ ബുക്കിൽ ആ ലൈനിന്റെ താഴെ ഒരു കുഞ്ഞു വരയിട്ട് അതിൽ കൂടി ഒരു സി എഴുതുക. അതിന് മുകളിൽ ഒരു വര പഠിക്കുമ്പോൾ അത് ടായായി. ഈസി അല്ലേ എഴുതാനായിട്ട്? അടുത്ത് ഠ എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞു വരയിട്ടിട്ട് ഒരു വട്ടം ഇടുമ്പോഴത്തേനും അത് ഠായായി. ഇനി ഡ എഴുതാനോ? അത് ഒരു എസ് ആണ് എഴുതുന്നത്. എസ് എഴുതുമ്പോഴത്തേനാണ് ഡ. ഇനി ഡ എന്ന് പറയുമ്പോൾ നമ്മൾ സി എഴുതിയിട്ട് അതിനകത്തേക്ക് അത് കയറ്റുമ്പോഴത്തേനും അത് ഡായായി. ആ ഡായെ കുറച്ചും കൂടെ അത് വെളിയിലേക്ക് ഇറക്കുമ്പോഴത്തേനും ദ എന്ന അക്ഷരമായി. പിന്നെ ന എഴുതാൻ യു എന്നെഴുതുന്നത് കുറച്ചും കൂടെ നീളത്തിൽ യു എഴുതുക, വീതി കുറച്ച് എഴുതി അതിന്റെ കൂടെ ഒരു വരയും കൂടെ കൊടുത്തിട്ട് മുകളിൽ വരയും കിടുമ്പോൾ നായായി. ഇപ്പോൾ നിങ്ങൾ ട ഢ ഡ ഢ ന ദ എന്ന അക്ഷരങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഈസിയല്ലേ എഴുതാൻ? അടുത്തത് പായാണ്. ചെറിയ ഒരു യു എഴുതി താഴേക്ക് വരയ്ക്കുക. അപ്പോൾ പായായി. മുകളിൽ വര കൊടുക്കണേ. ആ പായ്ക്ക് ഒരു വെട്ട് കൊടുക്കുമ്പോൾ ഷായായി. അടുത്തത് വ എഴുതാൻ നമ്മൾ ഡി എഴുതുമ്പോഴത്തേനും ആ ബാക്കിലേക്ക് വരുന്നത് ഇത് കുറച്ചും കൂടെ നടുക്കാണ് ഇതിന്റെ വരുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിക്കേ അത് വാ എഴുതുന്നത് എങ്ങനെയാണെന്ന്. ആ വാ എഴുതി
വായ എഴുതി ആ വായിൽ ഒരു വെട്ടിടുമ്പോഴത്തേനും ഇത് ഷ ബായായി. ഇപ്പോൾ നിങ്ങൾ പഠിച്ചത് ഏതൊക്കെ അക്ഷരങ്ങളാണ്? പ, ഷ, വ, ബായാണ് പഠിച്ചിരിക്കുന്നത്. പായില് വെട്ടിടുമ്പോഴത്തേനും ഷായായി, വായിക്ക് വെട്ടിടുമ്പോഴത്തേനും ബായായി. ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ?